ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മണിതോറും മുന്നേ എന്ന് പറയുന്ന പുതിയ സീരിയലിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് വൈജ പറയുന്നത് സഹിക്കാതെ അലീനയാണെങ്കിൽ വൈജയോട് പ്രതികരിച്ചതാണ്. അങ്ങനെ അവൾ അവിടെ നിന്നും പോകുന്നു. പക്ഷെ വൈജയാണെങ്കിൽ അപ്പോഴും കലിപ്പിളക്കി നിൽക്കുകയാണ്. ബാലേന്ദ്രൻ ചോദിക്കുന്നത് നിനക്ക് വല്ല ആവശ്യമുണ്ടോ വൈജ എന്ന് ചോദിക്കുന്നു. കൃഷ്ണയാണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നു, അമ്മയ്ക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അങ്ങനെ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അമ്മ അവളെ വഴക്ക് പറയാണ്. എന്നിട്ട് വൈജ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ബബിത കൃഷ്ണനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് അമ്മയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പോകുന്നത്? നീ എന്തിനാ അങ്ങനെ ചെയ്തത്? ചേച്ചി, അത് പിന്നെ ആ കുട്ടിയുടെ മേലെ ഒരു തെറ്റുമില്ലല്ലോ, അമ്മയല്ലേ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ വന്നത്. അപ്പൊ ബബിത, എന്ത് പാവം കുട്ടി, അവളൊന്നും പാവമൊന്നുമല്ല, പക്ഷെ എന്തായാലും അമ്മ ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് കൃഷ്ണ പറയുന്നത്. വൈജയാണെങ്കിൽ ഉറങ്ങുന്ന സമയത്തും അലീനയ്ക്കിട്ട് എന്ത് പണി കൊടുക്കാമെന്ന് അവളിങ്ങനെ ആലോചിക്കുകയാണ്. പിറ്റേ ദിവസമായപ്പോൾ കുഞ്ഞുമോളെ വിളിച്ചു. കുഞ്ഞുമോളും എന്താ കൊച്ചമ്മ എന്ന് പറഞ്ഞ് അടുത്തേക്ക് പോകുന്ന സമയത്ത്, ഇനി നീ ഇവിടെ ജോലിക്ക് വേണ്ട, നിന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണെന്ന് പറയാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുഞ്ഞുമോളെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ട് വീട്ടിലുള്ള സകലമാന പണികളും അലീനയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ കുഞ്ഞുമോൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച കാശെടുത്ത് അവർക്ക് കൊടുക്കുന്നു. ഇനി മുതൽ ഇവിടെ പണിക്ക് വരണ്ട എന്ന് പറയുന്നു. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം എന്നെല്ലാം കുഞ്ഞുമോൾ അന്വേഷിക്കുന്നുണ്ട്. വൈജ എന്തെല്ലാമോ പറയുന്നു, ഇവിടെ നീ പണി ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇല്ലെങ്കിൽ തന്നെ നിന്നെ പറഞ്ഞയക്കണമെന്ന് വിചാരിച്ചതാണ്, ഇങ്ങനെയെല്ലാം പറയുന്നു. കുഞ്ഞുമോളാണെങ്കിൽ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ നന്നായി, ഞാൻ തന്നെ ഈ നരകത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞു വിചാരിച്ചതാണ്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വൈജ ആണെങ്കിൽ 200 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് ഇത് നിനക്കുള്ള ടിപ്പാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. കുഞ്ഞുമോളാണെങ്കിൽ അത് നേരെ തന്നെ, എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ ആവശ്യം കൊച്ചമ്മയ്ക്ക് തന്നെയാണെന്ന് പറഞ്ഞ് ആ ഒരു കാശെല്ലാം അവരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞ് അവിടെ നിന്നും കുഞ്ഞുമോള് പോവാണ്. ഈ കാഴ്ചകളെല്ലാം അപ്പുറത്ത് നിന്ന് ബാലചന്ദ്രൻ കാണുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ഈ കാര്യങ്ങൾ കാണുന്നു എന്ന് വൈജയ്ക്ക് മനസ്സിലായി. ആകെ നാറി നാണം കെട്ട് നിൽക്കുകയാണ്. കാരണം കുഞ്ഞുമോള് അത്രയ്ക്കും വൈജയെ പറ്റി കുറ്റപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഈ സമയത്ത് ഒരു പട്ടിക്കുഞ്ഞ് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയെ കാണുമ്പോൾ വാലാട്ടിക്കൊണ്ട് അത് കളിക്കുകയാണ്. അത് അലീനയെ വിട്ട് മാറുന്നേയില്ല. എന്താ നീ ഇവിടെ നടക്കുന്നതെന്ന് അലീന അതിനോട് ചോദിക്കുന്നു. ചുമ്മാ ചോദിക്കുകയാണ്. ഈ സമയത്താണ് കുഞ്ഞുമോള് പുറത്തേക്ക് പോകുന്നത്. അലീന കാണുന്നത്. എന്താ ചേച്ചി പോവാണോ എന്ന് ചോദിക്കുന്നു. ആ മോളെ, ഞാൻ പോവാണ്, പക്ഷേ ഞാനൊരു ഉപദേശം തരാം. ഈ ഒരു സ്ഥലത്ത് നീ നിൽക്കേണ്ട പോലെയൊക്കെ നിൽക്കണം, ഇല്ലെങ്കിൽ ആ ഒരു രാക്ഷസി നിന്നെ കൊന്നു തിന്നു എന്ന് വരാം. അതുപോലെ ഒരു രാക്ഷസിയാണ് അകത്തുള്ളത്. ഇത്രയും കാലം ഞാൻ എൻ്റെ ഗതികേട് കൊണ്ട് എല്ലാം സഹിച്ചതാണ്. നിന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത്. എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, ഏത് രീതിയിലും അപകടങ്ങൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മുൻകരുതലോടുകൂടി വേണം നീ ഇരിക്കാൻ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ആ ചേച്ചി പോവാണ്. അലീന ഒരു നിസ്സഹായതയോടുകൂടി തന്നെ ആ ഒരു കാഴ്ച നോക്കി നിൽക്കുന്നു. അപ്പോഴത്തേക്കും അലീന എന്ന് പറഞ്ഞ് വിളി വരികയാണ്. അവളും അവിടേക്ക് പോകുന്നു. നീ പുറത്ത് എന്ത് നോക്കി നിൽക്കായിരുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ പുറത്ത് എന്ന് അവള് പറയുമ്പോഴേക്കും, പുറത്തെ കാഴ്ചകൾ കണ്ടു നിൽക്കാനല്ല ഇവിടെ നിന്നെ നിർത്തിയിരിക്കുന്നത്, അറിയാലോ, ഇവിടുത്തെ കുഞ്ഞുമോള് ഈ പണിയെല്ലാം ഉപേക്ഷിച്ച് പോയി. ഇനി ഇവിടുത്തെ പണിയെല്ലാം നോക്കേണ്ടത് നീയാണ്. എല്ലാ ജോലിയും നോക്കേണ്ടി വരും. ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. നിന്റെ സൗമ്യതയൊന്നും ഇവിടെ വേണ്ട, നീ ആരാണെന്നും എങ്ങനെയുള്ളവളാണെന്നും എല്ലാം എനിക്ക് അറിയാമെന്ന് വൈജ പറയുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് മാമിന് അറിയില്ല, അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊന്നും പറയില്ല. നീ ആരുമായിക്കോട്ടെ, പക്ഷെ ഇവിടെ ഞാനും എൻ്റെ മക്കളും പറയുന്നത് കേട്ടാൽ മതി. ഇവിടെ എന്തെങ്കിലും ഒരു പോരായ്മ എന്നെ കണ്ണിൽപ്പെട്ടാൽ പിന്നെ നീ അനുഭവിക്കും. ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ, പറയുന്ന കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് തന്നെ ചെയ്തോളാം, നല്ല വൃത്തിക്ക് തന്നെ എല്ലാം ചെയ്തോളണം. കുഞ്ഞുമോള് ചെയ്ത പോലെയല്ല, അതിനേക്കാളും നല്ല വൃത്തി ഉണ്ടാവണം. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ അലീനയും അതിന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അലീന വൈജയുടെ നേർക്കുനേരെ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. വൈജയുടെ കയ്യിൽ നിന്ന് മടിയെല്ലാം കിട്ടുമെന്ന് പേടിച്ചൊന്നുമല്ല അലീന അവിടെ നിൽക്കുന്നത്. അവളൊരു സ്ട്രോങ് ഗേൾ തന്നെയാണ്. പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രൻ അപ്പുറത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. അലീന വീട്ടിലുള്ള പണികളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അലീനയ്ക്ക് അവൾക്ക് പണികളൊന്നും ചെയ്യാൻ യാതൊരു മടിയുമില്ല. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് പോലുള്ള, ഇങ്ങനെ മനസ്സെല്ലാം വേദനിപ്പിക്കുന്നത് പോലുള്ള വർത്തമാനമാണ് അവൾക്ക് കേൾക്കാനായിട്ട് പറ്റാത്തത്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്കും പണിയെല്ലാം ചെയ്തതിനു ശേഷം പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി, മോൾ എന്താ ഇവിടെ വരാൻ വൈകി എന്ന് ചോദിക്കുമ്പോൾ, ജോലിക്കാരി ചേച്ചി ഇവിടെ നിന്നും പോയെന്നും കുറച്ച് പണികളെല്ലാം വീട്ടിലുണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് തീർത്തതാ മുത്തശ്ശി എന്ന് പറയുന്നു മുത്തശ്ശിയോട്. വൈജ മോളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, എന്തായാലും ഭക്ഷണം തരുന്ന വീട്ടിലെ ജോലികളെല്ലാം സമയത്തിന് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അങ്ങനെ മുത്തശ്ശിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ അലീന ചെയ്തു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നു, മോളെ പറ്റിയിട്ട് വൈജയ്ക്ക് അറിയാത്തത് കൊണ്ടാണ്, മോള് നല്ല കുട്ടിയാണെന്ന് അവൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് അവളിങ്ങനെ പണിയെല്ലാം പഠിപ്പിക്കുന്നത്.
മോൾ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല മുത്തശ്ശി. ഞാൻ മുത്തശ്ശിക്ക് ഒരു വാക്ക് തന്നിട്ടില്ല. അത് തീർച്ചയായിട്ടും ഞാൻ പാലിച്ചിരിക്കുമെന്ന് അവൾ പറയുന്നു. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ആകെ ആവശ്യമായിട്ട് നമ്മുടെ അലീന അവിടെ വന്ന് ഉറങ്ങാണ്. ഉറങ്ങുന്ന സമയത്ത് അവളുടെ പ്രൊജക്റ്റാമ്മയെ അവൾ സ്വപ്നം കാണുന്നു. താൻ ഈ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ കുറിച്ചെല്ലാം ആ അമ്മയോട് പറയുന്ന സമയത്ത് അമ്മ അവളെ ആശ്വസിപ്പിക്കുകയാണ്. മോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയാവും. നമ്മളിൽ കള്ളമില്ലെങ്കിൽ നമ്മളെ ആരെ കൊണ്ടും തകർക്കാൻ കഴിയില്ല. ഇന്ന് കുറച്ച് കഷ്ടപ്പാടുകളെല്ലാം അനുഭവിക്കേണ്ടി വന്നാലും നാളെ നല്ലൊരു കാലം തന്നെ ഉണ്ടാവും നമുക്ക്. അതുകൊണ്ട് മോൾ ഒരിക്കലും തകരരുത്, ധൈര്യത്തോടെ തന്നെ നിൽക്കണം. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും മോൾക്ക് നീതി ലഭിക്കുമെന്ന് പറയുന്നു. സ്വപ്നത്തിൽ മമ്മി വരികയും തൻ്റെ സങ്കടങ്ങളെല്ലാം കേട്ട് തന്നെ ചേർത്ത് നിർത്തുന്നതെല്ലാം കാണുന്ന അലീന സമാധാനത്തോടെ അന്ന് കിടന്നുറങ്ങുന്നു. അങ്ങനെ ഇത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി അടുത്തത് എന്തൊക്കെ നടക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരയ്ക്കും ടാറ്റാ ബൈ ബൈ.